സവർക്കർ ചോദ്യം ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ പള്ളിത്തടുക്ക UP സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള ഗുരുപ്രസാദ് റായിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഷൻ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അല്പസമയം മുൻപ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. 1 മാസത്തേക്കാണ് സ്റ്റേയുടെ കാലാവധി. ഒപ്പം തന്നെ അധ്യാപകനെതിരായിട്ടുള്ള അച്ചടക്ക നടപടി തുടരാമെന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വിശദമായിട്ടുള്ള വാദം ഇക്കാര്യത്തിൽ നടന്നിരുന്നു. അന്നേരം അധ്യാപകനായിട്ടുള്ള ഗുരുപ്രസാദ് റായി അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ ചില അധിക രേഖകൾ നൽകിയിരുന്നു. അതായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഈ ചോദ്യപേപ്പർ ഉൾപ്പെടുന്ന ആ ചോദ്യപേപ്പറിന്റെ പൂർണ്ണ രൂപം അത് AEOയ്ക്ക് നൽകിയിരുന്നു. ഈ ചോദ്യം ഉൾപ്പെടുത്തിയ സംഭവമൊക്കെ തന്നെ അതിന്റെ എല്ലാ വിശദാംശങ്ങളും സംബന്ധിച്ച് AEOയ്ക്ക് അറിവുണ്ടായിരുന്നു. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് തനിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചു. ഇതുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു ഹൈക്കോടതിയിൽ അധ്യാപകൻ മുന്നോട്ട് വെച്ചത്. ആ സമയത്ത് ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഈ വിവരം അറിയായിരുന്ന AEO സസ്പെൻഡ് ചെയ്യാതിരുന്നത്? ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിക്ക് വലിയ രീതിയിൽ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് 1 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അധ്യാപകനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒന്ന്. മറ്റൊന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്ന ഒന്നാണ്. കാരണം മതമൗലികവാദികളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അധ്യാപകനെ ഉടനടി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടന്നത്. മാത്രമല്ല ആ സസ്പെൻഷൻ ഉത്തരവിൽ ഈ പറയുന്ന ചോദ്യം, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്നായിരുന്നു ചോദ്യം. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് വീർ സവർക്കറാണ്. ആ ഉത്തരത്തിൽ ഏതെങ്കിലും ചരിത്രപരമായിട്ടുള്ള വസ്തുതകളിൽ തെറ്റുണ്ട് എന്ന കാര്യത്തിൽ സമർത്ഥിക്കാനൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. സസ്പെൻഷൻ ഉത്തരവിൽ പോലും അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം സർക്കാരിന് നൽകാനായില്ല. അതുമാത്രമല്ല, ഹൈക്കോടതിയിൽ ഇന്നലെ സർക്കാർ സ്വീകരിച്ച ഒരു വിചിത്രവാദമുണ്ട്. അതായത് വീർ സവർക്കറാണ് ഏറ്റവും കൂടുതൽ കാലം ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള തെളിവുകൾ ഇല്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടും വിചിത്രമായിട്ടുള്ള വാദവും. എന്തായാലും ഈ സസ്പെൻഷൻ ഉത്തരവ് സ്റ്റേ ചെയ്തതോടുകൂടി സർക്കാരിനെ സംബന്ധിച്ച് ഏറെ പ്രതിരോധത്തിലായിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഒരു അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ. മാത്രമല്ല, DDEക്ക് എന്ത് അധികാരമാണ് ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കാനായിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു അധ്യാപകനായിട്ടുള്ള ഗുരുപ്രസാദ് റായ് അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഇതിലൊക്കെ തന്നെ വിശദമായിട്ടുള്ള വാദം വേണമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഹൈക്കോടതി എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്യണമെന്നുള്ള ഇടക്കാല ആവശ്യത്തിന്മേൽ ഒരു ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി വിശദമായിട്ട് തന്നെ ഹൈക്കോടതി ഈ ഹർജിയിന്മേൽ വാദം കേൾക്കും. അതിൽ ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ള ഹർജിയിൽ അധ്യാപകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സസ്പെൻഷൻ ഉത്തരവ് അപ്പാടെ റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ്. അതിന്റെ ഒരു ഇടക്കാല താൽക്കാലിക ആവശ്യം മാത്രമാണ് ഈ സ്റ്റേ വേണമെന്നുള്ളത്. അതിൽ അധ്യാപകൻ അനുകൂലമായിട്ടുള്ള നടപടിയും ഉത്തരവുമാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ വിഷയം വലിയ രീതിയിൽ വിവാദമായപ്പോൾ തന്നെ അത് മുസ്ലിം ലീഗിനെ ഒക്കെ തന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഉടനടി ഗുരുപ്രസാദ് റായിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. വിശദമായിട്ടുള്ള ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ടോ മറ്റ് നടപടിക്രമങ്ങളോ കൃത്യമായിട്ട് സർക്കാരോ പൊതുവിദ്യാഭ്യാസ വകുപ്പോ സ്വീകരിച്ചിരുന്നില്ല. അത് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെട്ടു. നേരത്തെ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് നിതിൻ രാജ് കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ വരുത്തിയ വീഴ്ചയിൽ പോലീസുകാരനെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യം ഉയർത്തിയ വേളയിൽ അതിൽ ഈ വീർ സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യ വിവാദവും ഉൾപ്പെട്ടിരുന്നു, പരാമർശം ഉൾപ്പെട്ടിരുന്നു. അതായത് വീർ സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അത് ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു അധ്യാപകനെ ഉടനടി സസ്പെൻഡ് ചെയ്ത് അതിലൊന്നും നടപടിക്രമങ്ങൾ പാലിക്കണം, ചട്ടം പാലിക്കണം എന്നുള്ള കാര്യം സർക്കാർ പറഞ്ഞില്ലല്ലോ എന്നുള്ളതായിരുന്നു മറ്റൊരു ബെഞ്ച് മറ്റൊരു വിഷയം പരിഗണിച്ച ഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. എന്തായാലും അധ്യാപകന്റെ സസ്പെൻഷൻ ഉത്തരവ് ഹൈക്കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അമൽ, നമുക്കറിയാം ഈ ഒരു കേസിന്റെ ആദ്യഘട്ടം മുതൽ ഹൈക്കോടതി കൃത്യമായ ഒരു മുൻപ് ഇന്നലെ കഴിഞ്ഞ ദിവസം AEOക്കെതിരെ നടപടിയില്ല എന്ന ചോദ്യശരങ്ങൾ സർക്കാരിനെതിരെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഈ ഒരു ചോദ്യം നേരത്തെ AEOയെ അറിയിച്ചതാണ്, AEക്ക് അറിയാമായിരുന്നതാണ്, അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തു വന്നതാണ്. ഇത്തരത്തിൽ ആ ഒരു നടപടി ഉണ്ടായിട്ടും AEക്കെതിരെ ഒരു നടപടിയുമില്ല. അതേസമയം ഈ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകന് മാത്രം നടപടി. അതോടൊപ്പം തന്നെ സർക്കാർ നൽകിയ ഒരു വിശദീകരണം ഉത്തരം മുട്ടി നിൽക്കുകയായിരുന്നു ഇന്നലെ സർക്കാർ പറഞ്ഞത് വിചിത്രവാദമാണ്, അക്കാദമികമായ കാര്യങ്ങളിൽ പിഴവുണ്ടായി അല്ലെങ്കിൽ അതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നടക്കമുള്ള ഒരു വിശദീകരണമാണ് സർക്കാർ നൽകിയത്. പക്ഷേ അതിനൊക്കെ ആ ഒരു നടപടികൾക്കൊക്കെ ഇപ്പോൾ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുകയാണ്. വീർ സവർക്കർ ചോദ്യം ഉൾപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയാണ്. ഇത് അധ്യാപകന്റെ സസ്പെൻഷന് ഹൈക്കോടതിയിലെ സ്റ്റേ ലഭിച്ചിരിക്കുകയാണ്.